മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ ഫ്രാഞ്ചൈസി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ ത്രില്ലറുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ലൂസിഫറിന്റെ 2019 വൻ വിജയത്തിനും അതിന്റെ തുടർച്ചയായ L2, എമ്പുരാൻ 2025 ശേഷം സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ മൂന്നാം ഭാഗം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. താൽക്കാലികമായി L3 ദി ബിഗിനിംഗ് എന്ന് പേരിട്ടു. എമ്പുരാനിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിഗൂഢമായ ഭൂതകാലത്തെ പര്യവേക്ഷണം ചെയ്തു. ആഗോള ശക്തി കളിക്കാരനായ ഖുറേഷി അബ്രാമിലേക്കുള്ള അദ്ദേഹത്തിന്റെ പരിവർത്തനം വെളിപ്പെടുത്തി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് പിന്നിലെ പൂർണ്ണ സത്യം മൂന്നാം ചിത്രത്തിലൂടെ മാത്രമേ അനാവരണം ചെയ്യപ്പെടുകയുള്ളൂ എന്ന് സംവിധായകൻ പൃഥ്വിരാജ് പ്രസ്താവിച്ചു. മൂന്നാം ഭാഗവുമുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അദ്ദേഹം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സൂചന നൽകി. കഥാതന്തു രഹസ്യമായി തുടരുമ്പോൾ L3 ദി ബിഗിനിംഗ് ഫ്രാഞ്ചൈസിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റീഫന്റെ ആത്യന്തിക ദൗത്യത്തിലേക്കും സഖ്യകക്ഷികളിലേക്കും ശത്രുക്കളിലേക്കും ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്നു. അദ്ദേഹത്തിന്റെ ഉത്ഭവം പര്യവേക്ഷണം ചെയ്യുന്ന ഒരു പ്രീക്വൽ ആയിരിക്കുമോ അതോ കുറ്റകൃത്യങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും ലോകത്തിലെ അദ്ദേഹത്തിന്റെ അവസാന ഗെയിം പ്ലാൻ വെളിപ്പെടുത്തുന്ന ഒരു തുടർച്ചയായിരിക്കുമോ എന്ന് ആരാധകർ ഊഹിക്കുന്നു. ലൂസിഫർ പ്രപഞ്ചം വികസിക്കുന്നതോടെ ആക്ഷൻ നിറഞ്ഞതും സസ്പെൻസ് നിറഞ്ഞതുമായ ഒരു സമാപനത്തിനായുള്ള പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ്. അഭിനേതാക്കളെയും ചിത്രീകരണ ഷെഡ്യൂളിനെയും റിലീസ് തീയതിയെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാത്തിരിക്കുന്നു. L3 ദി ബിഗിനിംഗ് ഖുറേഷി അബ്രാമിന് അവസാന പോരാട്ടമാകുമോ അതോ ലൂസിഫർ പ്രപഞ്ചത്തിലെ കൂടുതൽ കഥകൾക്ക് വാതിൽ തുറക്കുമോ? അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.